ശബരിമലയിലെ വരുമാനത്തിൽ വൻ കുറവ്. മണ്ഡലകാലം തുടങ്ങി ഒരു മാസം പിന്നിടുമ്പോൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 15 കോടി രൂപയുടെ കുറവാണ് വരുമാനത്തിൽ രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം 108 കോടി രൂപയായിരുന്ന വരുമാനമാണ് ഇത്തവണ 93 കോടി രൂപയായി കുറഞ്ഞത്. സീസണിന്റെ തുടക്കം മുതൽ തന്നെ വരുമാനത്തിൽ വലിയ കുറവ് രേഖപ്പെടുത്തിയിരുന്നു. ആദ്യ 10 ദിവസം പിന്നിട്ടപ്പോൾ 3 കോടി രൂപയുടെയും 20 ദിവസം പിന്നിട്ടപ്പോൾ 10 കോടി രൂപയുടെയും കുറവാണ് ഉണ്ടായത്. ഒരു മാസം പിന്നിട്ടപ്പോൾ ഇത് 15 കോടി രൂപയായി വർദ്ധിച്ചു. വഴിപാടുകളിലും താമസ സൗകര്യത്തിനുമെല്ലാം കാലോചിതമായി നിരക്കുയർത്തിയതിനു ശേഷമാണ് ഇത്രയും കുറവുണ്ടായിട്ടുള്ളത്. അപ്പം അരവണ വിൽപ്പനയിലും കുറവുണ്ട്. അയ്യപ്പ ഭക്തന്മാരുടെ വരവ് തമിഴ്നാട്ടിലെ പ്രകൃതിക്ഷോഭം കൊണ്ട് ഇപ്പോഴും അതേതാണ്ട് തുടരുന്ന മട്ടാണ്. 15 കോടി രൂപയുടെ കുറവ് കഴിഞ്ഞ വർഷത്തെ ഇന്നലെയിലെ തീയതിയും ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. സീസണിൽ ശബരിമലയിലെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ വൻ കുറവുണ്ടായതാണ് വരുമാനം കുറയാൻ പ്രധാന കാരണം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തന്നെ കൂടുതൽ വരുമാനം ശബരിമലയിലെത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. തമിഴ്നാടിനെ രൂക്ഷമായി ബാധിച്ച കാലവർഷവും വെള്ളപ്പൊക്കവുമാണ് തീർത്ഥാടകർ ഇത്രയധികം കുറയാൻ കാരണം. തമിഴ്നാട് വഴിയാണ് ആന്ധ്രയിൽ നിന്നുള്ള തീർത്ഥാടകരും കേരളത്തിലേക്ക് എത്തേണ്ടത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 4 ദിവസം മാത്രമാണ് ശബരിമലയിൽ തീർത്ഥാടകരുടെ വലിയ തിരക്കനുഭവപ്പെട്ടത്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് അരവണയ്ക്കും അപ്പത്തിനുമെല്ലാം വിൽപ്പന നിയന്ത്രണം ഏർപ്പെടുത്തിയ തരത്തിലേക്ക് തിരക്ക് വർദ്ധിച്ചിരുന്നു. എന്നാൽ ഇത്തവണ 40 ലക്ഷത്തോളം ടിൻ അരവണ കരുതൽ ശേഖരത്തിലുണ്ട്. സമാനമായ അളവിൽ അപ്പവും സ്റ്റോക്കുണ്ട്. എസ് ശ്യാംകുമാർ, റിപ്പോർട്ടർ, സന്നിധാനം.